നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തേക്കുള്ള ബജറ്റ് പ്രസിഡന്റ് മേരി തോമസിന്റെ ആമുഖ പ്രസംഗ ശേഷം വൈസ് പ്രസിഡന്റ് TK സുധീഷ് അവതരിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചാണോത്ത് സ്വാമിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ച് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി. ശിഖ സുരേന്ദ്രനെ തൃശൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. പുത്തൂർ കേരള പഴനി ചോഞ്ചൂരിക്കുന്ന് പ്രതിഷ്ഠാ ദിനം പൂയം മഹോത്സവം ഫെബ്രുവരി 28-ന് ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് പ്രസിഡന്റ് മേരി തോമസിന്റെ ആമുഖ പ്രസംഗ ശേഷം വൈസ് പ്രസിഡന്റ് TK സുധീഷ് അവതരിപ്പിച്ചു. 203,90,90,507 രൂപ വരവും 180,59,35,866 രൂപ ചെലവും 23,14,54,641 മിച്ചവും പ്രതീക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചു. ജില്ലാ ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിന് ലൈഫ് ഭവന പദ്ധതിക്കായി 25,78,50,000 രൂപ ബജറ്റിൽ വകയിരുത്തി ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സംസ്ഥാനത്താദ്യമായി നടപ്പാക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് 86 ലക്ഷം രൂപ വകയിരുത്തും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ മികവിനുള്ള സമേത പദ്ധതിക്ക് 10 ലക്ഷം രൂപ വകയിരുത്തി. ഭിന്നശേഷി സൗഹൃദ ജില്ലയായി ഉയർത്തും. വയോജനക്ഷേമം ലക്ഷ്യമാക്കുന്ന സുശാന്തം പദ്ധതിയുടെ പ്രവർത്തനത്തിന് 25 ലക്ഷം രൂപ, റോഡുകളുടെ പരിപാലനം 12,26,60,000 രൂപ, സ്ത്രീകളുടെ ഉന്നമനം ലിംഗസമത്വം 7,75,86,220 രൂപ വകയിരുത്തുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും മാലിന്യ സംസ്കരണ പദ്ധതികൾക്കുമായി 10 കോടി രൂപ ഒല്ലൂരിലെ ഇലക്ട്രോണിക്സ് പാർക്കിനോടനുബന്ധിച്ച് ഒരു ഷീവർക്ക് സ്പേസ് നിർമ്മിക്കാനായി 1 കോടി വകയിരുത്തി. തെരുവുനായ പ്രശ്നത്തിന് പരിഹാരമേകാനുള്ള ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളുടെ സംയുക്ത പദ്ധതിക്ക് 51 കോടി വകയിരുത്തി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പദ്ധതിയിൽ കൊണ്ടുവരും. ഖാദിയുടെ വികസനത്തിന് 1,30,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം, നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡി ഇനത്തിൽ 3 കോടി, അടിസ്ഥാന സൗകര്യ വർധനവ്, ജലസേചനം, പമ്പ് സെറ്റ് വിതരണം 80 ലക്ഷം രൂപ, കൃഷിത്തോട്ടത്തിന്റെ വിത്തുൽപാദന കേന്ദ്രങ്ങളുടെയും വികസനത്തിന് 2,09,00,000, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും മത്സ്യവിത്ത് നിക്ഷേപിക്കുവാനും 20 ലക്ഷം, ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിക്ക് 1.25 കോടി, പാലിന് സബ്സിഡിയായി അധിക ബോണസ് നൽകുവാൻ 1.75 കോടി, ആരോഗ്യരംഗത്ത് സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾക്കും മരുന്നിനുമായി 4,40,00,000. ജില്ലാ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ ശുചിത്വ വിദ്യാലയങ്ങളായി മാറ്റുവാൻ 40 ലക്ഷം, ജില്ലയിലെ സാംസ്കാരിക രംഗം പരിപോഷിപ്പിക്കുവാൻ പൂരം പ്രദർശനം, ജലോത്സവങ്ങൾ, ജില്ലാ കേരളോത്സവം എന്നിവയ്ക്ക് 30 ലക്ഷം രൂപ, സ്റ്റാർട്ടപ്പ് മിഷനുമായി യോജിച്ച് വിജ്ഞാൻ സാഗറിന്റെ ഭൂമിയിൽ റോംബോ പാർക്ക് തുടങ്ങി നിരവധി പുതിയ പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയിൽ സൃഷ്ടിച്ച വികസന രീതിയിൽ ജനോപകാരപ്രദവും നവീനവുമായ ഒട്ടേറെ പദ്ധതികളുമായി 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ഭരണസമിതി അധികാരത്തിൽ ഭരണത്തിലേറിയ ഈ ഭരണസമിതിയുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി 2025-26 പദ്ധതി നിർവഹണത്തിന്റെ പൂർത്തീകരണവും 2026-27 ബജറ്റ് രൂപീകരണവും. ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരണമാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഗൗരവമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി 2026-2027 ബജറ്റ് സമർപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെയും ആഗോള ഉദാരവൽക്കരണ നടപടികളുടെയും ആഘാതം വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ ഉടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബജറ്റ് അവതരണം.
കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിതഭാരം, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ സാമ്പത്തിക സഹായങ്ങളുടെ കുറവും നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചാണോത്ത് സ്വാമിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ച് മന്ത്രി കെ രാജൻ. പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പൂത്ര 2ാം വാർഡിലെ ചാണോത്ത് സ്വാമിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി കെ രാജൻ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അനുവദിച്ച 20 ലക്ഷം ഉപയോഗിച്ച് ടാറിട്ട റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സാവിത്രി സദാനന്ദൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അബൂബക്കർ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് സുമേഷ്, പി ജെ അജി, പ്രദേശവാസികളായ പി എസ് സനൽ, ഷേർലി ഷീമോൻ, ഷീജ ഗോപി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ തൃശൂരിന്റെ പുതിയ കളക്ടർക്ക് തൃശൂരിനെ നന്നായി അറിയാം. തൃശൂരിന്റെ പുതിയ കളക്ടറായി എത്താൻ പോകുന്ന ശിഖ സുരേന്ദ്രന് തൃശൂർ ഏറെയും പരിചിതമായ ഇടം. തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി ശിഖ സുരേന്ദ്രൻ നേരത്തെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന കളക്ടർക്ക് വ്യക്തമായി അറിയാം. കേരള ടൂറിസം ഡയറക്ടർ പദവിയിൽ നിന്നാണ് ശിഖ സുരേന്ദ്രൻ വീണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. 2018 കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയായ ശിഖ സുരേന്ദ്രൻ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളാണ്. കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അവർ തന്റെ കരിയറിൽ ഉടനീളം നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടർ, കൊല്ലത്തും ഒറ്റപ്പാലത്തും സബ് കളക്ടർ, തൃശൂരിൽ ജില്ലാ വികസന കമ്മീഷണർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, കേരളത്തിലെ ലൈഫ് മിഷന്റെ CEO എന്നീ പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. നിലവിൽ ടൂറിസം വകുപ്പ് ഡയറക്ടറായും കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായും അവർ സേവനമനുഷ്ഠിക്കുന്നു. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വ്യക്തമായ ലക്ഷ്യത്തോടെ പഠിച്ചാണ് ശിഖ സിവിൽ സർവീസ് നേടിയെടുത്തത്. കോലഞ്ചേരിയിലെ കൊച്ചുവീട്ടിൽ നിന്നാണ് ശിഖ പഠനം തുടങ്ങിയത്. 2 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് സ്വപ്നം സാക്ഷാത്കാരം. മലയാളക്കരയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ശിഖയുടെ വിജയം. കാരണം മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്താണ് ശിഖ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ IAS കിട്ടുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ മാറ്റിമറിച്ച് കേരളത്തിനും മലയാളത്തിനും അഭിമാനമാവുകയായിരുന്നു ശിഖ. +2 മലയാളത്തിൽ 100-ൽ 100 മാർക്ക് നേടിയ ശിഖ ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തതും മലയാളം തന്നെ. ആത്മവിശ്വാസവും കഠിന പരിശീലനവും ചേർന്നപ്പോൾ IAS സ്വപ്നം യാഥാർത്ഥ്യമായി. സ്കൂൾ തലത്തിലെ പഠനത്തിൽ മികവ് പുലർത്തിയ ശിഖയ്ക്ക് പുസ്തകങ്ങൾ എക്കാലവും അടുത്തടുത്ത കൂട്ടുകാരായിരുന്നു. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech പാസ്സായ ശേഷമാണ് ശിഖ സിവിൽ സർവീസിന് തയ്യാറെടുത്തു തുടങ്ങിയത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സെന്റ് പോൾസ് ജൂനിയർ സ്കൂളിലും 8 മുതൽ 10 വരെ കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ശിഖ പഠിച്ചത്. +2 കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ചു. SSLC മുതൽ എല്ലാ വിഷയങ്ങൾക്കും ശിഖയ്ക്ക് A+ ഉണ്ട്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ BTechന് മികച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനവും നേടിയിട്ടുണ്ട്. പുത്തൂർ കേരള പഴനി ചോഞ്ചേരിക്കുന്ന് പ്രതിഷ്ഠാ ദിനം പൂയ മഹോത്സവം ഫെബ്രുവരി 28 ആഘോഷിക്കും. പ്രതിഷ്ഠാ ദിന പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധന, മുളപ്പൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി, ക്ഷേത്രം ചുറ്റി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നേതൃത്വം ക്ഷേത്രതന്ത്രി ഡോക്ടർ കരുമത്ര വിജയൻ, ക്ഷേത്രം മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൂയം ദിവസം ഫെബ്രുവരി 28 ശനിയാഴ്ച വിവിധ ദേശങ്ങളിലെ രാവിലെ കാവടിയാട്ടം, വൈകിട്ട് 4 അടിവാരത്തിൽ നിന്ന് ആനപ്പുറത്ത് ഭഗവാന്റെ എഴുന്നള്ളിപ്പ്, ഘോഷയാത്ര ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും ഫ്ലവേഴ്സ് ചാനൽ ടീമിന്റെ ഭക്തിഗാനമേള രാത്രി 11 മുതൽ 2:30 വരെ വിവിധ ദേശങ്ങളിലുള്ള കാവടിയാട്ടം സമാപനം മാർച്ച് 1-ാം തീയതി പള്ളിവേട്ട പൊന്നൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു. മാർച്ച് 2-ാം തീയതി രാവിലെ 7:30 ആറാട്ട് ക്ഷേത്രസന്നിധിയിൽ, തുടർന്ന് 10:30 ആറാട്ട് കഞ്ഞി, 12:30 കൊടിയിറക്കം, ഉത്സവത്തിന് സമാപനം. ക്ഷേത്ര സേവാ സംഘം ഭരണസമിതി അംഗം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര,
ജനറൽ സെക്രട്ടറി ഷാജി മുരിയാടൻ, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരിലി, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകും. പീച്ചി ലൂർദുമാതാ ദേവാലയത്തിന്റെ ഒരേക്കർ ഭൂമിക്ക് പട്ടയം നൽകി ഭേദഗതിക്ക് ശേഷം നൽകിയ സംസ്ഥാനത്തെ ആദ്യ പട്ടയ ഭൂപതിപ്പ് ചട്ടം ഭേദഗതി വരുത്തിയത് ചരിത്ര നേട്ടം. മന്ത്രി കെ രാജൻ. ഭൂപതിപ്പ് ചട്ട ഭേദഗതി വരുത്തിയത് ചരിത്ര നേട്ടമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പീച്ചി ലൂർദുമാതാ ദേവാലയത്തിന്റെ ഒരേക്കർ ഭൂമിക്ക് പട്ടയം നൽകിയതിനു ശേഷം പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. സ്ഥാപനങ്ങളും സംഘടനകളും മതിയായ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വ്യവസ്ഥകൾക്ക് വിധേയമായി പതിച്ചു നൽകുവാനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയ തീരുമാനം ഒട്ടേറെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഗുണകരമാവുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇത് പ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി പട്ടയം അനുവദിക്കപ്പെട്ടത് പീച്ചി ലൂർദ് പള്ളിയുടെ ഭൂമിക്കാണ്. ഇത് അരനൂറ്റാണ്ടിലേറെ ഇടവകക്കാരുടെ ആവശ്യമാണ് നടന്നത്. കേരളപ്പിറവിക്ക് മുൻപ് കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് ന്യായവിലയോടെ 25% നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ 1971 ഓഗസ്റ്റിന് മുൻപായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് ന്യായവിലയുടെ 15% നൽകിയാൽ മതിയെന്ന ഭൂപതിപ്പ് ചട്ട ഭേദഗതിയാണ് നിലവിൽ നടപ്പിലാക്കിയത്. ലൂർദ് പള്ളി സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ വെച്ച് ഇടവകാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി കെ രാജൻ പള്ളിഭൂമിയുടെ പട്ടയം വികാരി ഫാദർ പ്രിന്റോയ്ക്ക് കൈമാറി. ഫൊറോന വികാരി തോമസ് വടക്കൂട്ട്, ഫാദർ ഫ്രാൻസിസ് തരകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സീന വർഗീസ്, വിനോദ് തേനംപറമ്പിൽ, തഹസിൽദാർ ആർ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു രംഗമാണ് ഇന്നത്തെ ദിവസത്തിലെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയാണ്. അവിചാരിതമാകാം ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു ചടങ്ങിന് നമ്മൾ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം പിടിപ്പിച്ച ദിവസമാണ്. ഇന്നത്തോടുകൂടി ഈ കേരളത്തിൽ ഗവൺമെന്റ് പട്ടയം കൊടുത്തവരുടെ എണ്ണം 4,56,989 പേരായി ഔപചാരികമായി കേരളം മുഴുവൻ പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം അധികാരത്തിൽ വരുമ്പോൾ ആരധികാരത്തിൽ വന്നിട്ട് എന്ത് കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും അപേക്ഷ നൽകി കാത്തിരിക്കുകയും ഒക്കെ ചെയ്ത 5ഉം 10ഉം 10,000-ഉമല്ല 4,56,000 കുടുംബങ്ങൾ സ്വന്തം ഭൂമിയുടെ ഉടമകളായി ഇനി മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു ദിവസത്തിൽ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ വലിയ ഒരു ആഹ്ലാദവും സാധാരണ നിലയിൽ കിട്ടാനില്ല. പ്രിയപ്പെട്ട തഹസിൽദാർ ജയശ്രീ ഉൾപ്പെടെയുള്ള നമ്മുടെ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. ഞങ്ങളൊരു കണക്ക് കൂട്ടിയപ്പോ ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ദിവസം ഇവരെല്ലാം ചേർന്ന് ഏറ്റവും ചുരുങ്ങിയത് 204 പട്ടയങ്ങളെങ്കിലും കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക്. കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടേണ്ട വകുപ്പാണ് റവന്യൂ വകുപ്പ്. ഇപ്പൊ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടായപ്പോഴും വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന BLOമാരെ കോർഡിനേറ്റ് ചെയ്യേണ്ട പണി റവന്യൂ വകുപ്പിലാണ്. പ്രളയം ഉണ്ടായാൽ, ദുരന്തമുണ്ടായാൽ, കോവിഡ് ഉണ്ടായാൽ, മഹാവ്യാധി ഉണ്ടായാൽ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല റവന്യൂ വകുപ്പിനാണ്. ഇതെല്ലാം നിൽക്കലെ തന്നെ ഈ വിധത്തിൽ നമുക്ക് റവന്യൂ വകുപ്പ് എന്ന ഒരു വകുപ്പിനെ കൊണ്ട് മഹാഭൂരിപക്ഷം പേരുടെയും പട്ടയം കൊടുക്കാനായി എന്ന ആത്മവിശ്വാസം സത്യത്തിലൊരു വലിയ അനുഭവമാണ്. ഇനി നമ്മൾ ചിരിച്ചെല്ലാവരും റവറൻഡ് ഫാദർ ഫ്രാൻസിസ് തരകനച്ചനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി
മന്ത്രിയെ ക്ഷണിക്കുന്നു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 പീച്ചി റോഡിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. മാർച്ച് 1 ഞായറാഴ്ച വൈകിട്ട് 5 പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി റോഡ് ജംഗ്ഷനിലെ കയ്യാനിക്കൽ ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മേളനം സംപൂജ ശുദ്ധവിഗ്രഹ സ്വരൂപ തീർത്ഥ പാത്തർ ഉദ്ഘാടനം ചെയ്യും. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് KK രാജേഷ് അധ്യക്ഷത വഹിക്കും. ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിക്കും. വിവിധ ഹൈന്ദവ സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും യോഗത്തിനു മുൻപായി 8ഓളം തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിരക്കളി മത്സരവും യോഗാശേഷം ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് സംഘം ജില്ലാ പ്രചാർ പ്രമുഖ് PK വേണു ചാലക്കുടി, ഏകതാ സമ്മേളനം സംയോജക് രാജേഷ് പയ്യനം, സഹസംയോജക് വിനീഷ് മുനിക്കടവ്, കൺവീനർ ശരത് മുട്ടത്ത്,
ഏകതാ സമ്മേളനം ഉപാധ്യക്ഷൻ NS പീതാംബരൻ തുടങ്ങിയവർ അറിയിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതത്തിലെമ്പാടും എല്ലാ പഞ്ചായത്തുകളിലും ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി പാണഞ്ചേരി പഞ്ചായത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പീച്ചി റോഡ് ജംഗ്ഷനിലെ കയ്യാനിക്കൽ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഇതിൽ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെമ്പൂത്തറ കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ KK രാജേഷ് അവറുകളാണ്. ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംപൂജ്യ ശുദ്ധ വിഗ്രഹ സ്വരൂപ തീർത്ഥ ഫാദറാണ്. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ ഷാജി വരവൂർ അവറുകളാണ്. വിഭിന്നമായി കിടക്കുന്ന ഹിന്ദു സമുദായത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ചരടിൽ തീർത്ത മുത്തുകളെ പോലെ കോർത്തിണക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനം വിവിധ ഹൈന്ദവ സംഘടനകളുടെയും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ വൈകിട്ട് 5 മണിക്ക് 7ഓളം തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിരക്കളിയും അതിനുശേഷം 6:30 ഈ ഹിന്ദു സമ്മേളനം നടക്കുകയാണ്. ഇതിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഭാരവാഹികളും സംസാരിക്കുന്നതാണ്. അതിനുശേഷം ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഹിന്ദു ഏകതാ സമ്മേളനം വിജയമാക്കുവാൻ, ഭംഗിയാക്കുവാൻ, ഐശ്വര്യമാക്കുവാൻ എല്ലാ ഹിന്ദു വിശ്വാസികളെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഇന്ന് 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 400 രൂപ വർദ്ധിച്ച് 1,18,480 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 14,810 രൂപയാണ് വില. ഇന്നലെ രാവിലെ 1 പവൻ സ്വർണത്തിന് 1,18,560 രൂപയായിരുന്നു വില. ഉച്ചയോടെ വില കുറഞ്ഞ് 1,18,080 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,200 നിലവാരത്തിൽ തുടരുന്നത് രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് പ്രാദേശിക വിപണിയിൽ പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ സാധ്യത കണക്കിലെടുത്ത് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇവിടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം നടത്താം. 1 മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ട 25 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്ത് ഈസ്റ്റ് പോലീസ് സൈബർ പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്തതിന്റെ ഫലമായി 2 ഐഫോണുകൾ ഉൾപ്പെടെ 25 മൊബൈൽ ഫോണുകളാണ് ഈസ്റ്റ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെടുത്തത്. 18ഓളം പേർക്ക് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് IPSന്റെ ചേംബറിൽ വെച്ച് മൊബൈൽ ഫോണുകൾ തിരിച്ചു നൽകി. കേരള, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ട മൊബൈലുകളുടെ ലൊക്കേഷനുകളിലെ നിരവധി പേരെ ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോവിന്റെ നിർദ്ദേശത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ പ്രവർത്തനവും സൈബർ സെല്ലിന്റെ സേവന മികവും മൊബൈൽ ഫോണുകൾ തിരികെ ലഭിക്കുവാൻ സഹായമായി. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർമാരായ അനുശ്രുതി, റെജിൻ രാജ്, ബിബിൻ P. നായർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അശ്വിൻ, മനീഷ്, ജിനൂബ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് സൈബർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് സിറ്റി പോലീസ് ബോധവൽക്കരണം നടത്തിയിരുന്നു. ഇത്തരം ബോധവൽക്കരണങ്ങൾ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും സൈബർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ വളരെ വേഗത്തിൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കണ്ടെത്തുവാനും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് IPS പറഞ്ഞു. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൊക്കേഷൻ, ഇന്റർനെറ്റ് എന്നിവ ഓൺ ആണെങ്കിൽ, ഇമെയിൽ ID-യും പാസ്വേഡും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫോൺ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇമെയിൽ ID ഓർമ്മയില്ല,
ലൊക്കേഷൻ ഓൺ അല്ല എങ്കിൽ സയർ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നഷ്ടപ്പെട്ട ഫോണിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞ് SMS ആക്റ്റീവ് ആയിരിക്കണം. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ റെസിപ്റ്റ് നമ്പറും ഉണ്ടായിരിക്കണം. ഇവ രണ്ടും ഉപയോഗിച്ച് സയർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തു എന്ന മെസ്സേജ് വരുന്നതനുസരിച്ച് സൈബർ സെല്ലിലോ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടാം. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. പീച്ചി ശ്രീ തുണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുണർദം മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5:30 ഗണപതി ഹോമം, ഉഷപൂജ, മുളപ്പൂജ, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, തുടർന്ന് 7:30 പ്രതിഷ്ഠാദിനത്തിലെ നാഗപൂജയും ഉണ്ടായിരുന്നു. രാവിലെ 9:15 ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭണ്ഡാര അടുപ്പിൽ നിന്നും തീ പൊങ്കാല അടുപ്പിൽ നിന്നും അഗ്നി സ്വീകരിച്ച് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. ശേഷം ഭക്തജനങ്ങൾക്ക് തയ്യാറാക്കിയ പൊങ്കാല പായസം ദേവിക്ക് സമർപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഷൈൻ കൃഷ്ണ, ക്ഷേത്രം കീഴ്ശാന്തി മിഥുൻ തുടങ്ങിയവർ പൊങ്കാല ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോമിൽ കുക്ക് തസ്തികയിൽ ഒഴിവ്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. എഴുതുവാനും വായിക്കുവാനും അറിയുന്ന, ഭക്ഷണം പാചകം ചെയ്യുവാൻ അറിയുന്ന സ്ത്രീകളാണ് അപേക്ഷിക്കേണ്ടത്. പ്രായപരിധി 25-നും 55-നും ഇടയിൽ. താൽപര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 5-നകം അപേക്ഷ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9526421936. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തേക്കുള്ള ബജറ്റ് പ്രസിഡന്റ് മേരി തോമസിന്റെ ആമുഖ പ്രസംഗ ശേഷം വൈസ് പ്രസിഡന്റ് ടി.കെ. സുധീഷ് അവതരിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചാണോത്ത് സ്വാമിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ച് മന്ത്രി കെ. രാജൻ. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി. ശിഖ സുരേന്ദ്രനെ തൃശൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. പുത്തൂർ കേരള പഴനി ചോഞ്ചോരിക്കുന്ന് പ്രതിഷ്ഠാ ദിനം പൂയം മഹോത്സവം ഫെബ്രുവരി 28-ന് ആഘോഷിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.